ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 7/6/2024, 8/6/2024. T20 ലോകകപ്പിന്റെ 9 പതിപ്പുകളിലും കളിച്ച ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഏർപ്പെടുത്തിയ 2024 പരിസ്ഥിതി മിത്രം അവാർഡ് ലഭിച്ചത് കേരളത്തിൽ നിന്ന് ആർക്കാണ്? സാബു ജോസഫ്. ജൂണിൽ UK പുറത്തിറക്കിയ പുതിയ കറൻസിയിൽ ഏത് രാജാവിൻ്റെ ചിത്രമാണ്? ചാൾസ് മൂന്നാമൻ രാജാവ്. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ നടന്ന ഗുണനിലവാര പരിശോധന ഓപ്പറേഷൻ ലൈഫ്. 2024 ജൂണിൽ ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ചേർത്ത ബീഹാറിൽ നിന്നുള്ള തണ്ണീർത്തടങ്ങൾ നാഗി നഗ്തി. ലോക സമുദ്ര ദിനം ജൂൺ 8. 4ാം ലോക കേരള സഭാ വേദി തിരുവനന്തപുരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനി ബോയിങ്. വാണിജ്യാടിസ്ഥാനത്തിൽ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വിക്ഷേപണം വിജയിച്ച നാസയുടെ പേടകം ബോയിങ് സ്റ്റാർലൈനർ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബൂച്ച് വിൽമോറുമാണ് യാത്രികർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. ജൂണിൽ GST ഭവൻ സ്ഥാപിക്കപ്പെട്ടത് റോഹ്തക. അടുത്തതായി UPI സംവിധാനം സ്വീകരിച്ച ആദ്യ ദക്ഷിണ അമേരിക്കൻ രാജ്യം പെറു. അടുത്തിടെ വിജയകരമായി 4ാം പരീക്ഷണം നടത്തിയ സ്പേസ് എക്സിന്റെ റോക്കറ്റ് സ്റ്റാർഷിപ്പ്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. ജൂണിൽ സുനിൽ ഛേത്രി തന്റെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ചത് ഏത് ടീമിനെതിരെയാണ്? കുവൈറ്റ്. ഹാനികരമല്ലാത്തതും സുസ്ഥിരമായ ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഗെയിൽ ആരംഭിച്ച ക്യാമ്പയിൻ വാ ക്യാ എനർജി ഹേ. H5N2 പക്ഷിപ്പനി കാരണമായുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.